SRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി തുടരാം എന്ന് ഹൈക്കോടതി. പദ്ധതിക്കെതിരെ എറണാകുളം സ്വദേശി നൽകിയ ഹർജി കോടതി തള്ളി. പദ്ധതി ഭരണഘടനാ വിരുദ്ധമല്ലെന്നും സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ഷബ്ന വിശദാംശങ്ങളുമായിട്ട് ചേരുന്നു. ഷബ്ന, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. ആരായിരുന്നു ഇതിന് ഇങ്ങനെയൊരു പരാതിയുമായി കോടതിയെ സമീപിച്ചത്? എന്താണ് കോടതി പറഞ്ഞത്? സനീഷ്, എറണാകുളം സ്വദേശിയായ ഫിർദൌസ് എന്നയാളാണ് ഇത്തരത്തിലൊരു പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സർക്കാരിൻ്റെ നയപരമായൊരു തീരുമാനമാണ്. കൂടാതെ ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് പോലെ ഭരണഘടനാ വിരുദ്ധതയില്ല. പ്രത്യേകിച്ച് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നത് പുരുഷന്മാർക്ക് സൗജന്യ യാത്ര അനുവദിക്കാതെ എല്ലാ ക്ലാസ്സിലുമുള്ള സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നു. ഇത് വിവേചനമാണ്, ഭരണഘടനാ വിരുദ്ധതയുണ്ട് എന്നായിരുന്നു. പക്ഷേ കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് സർക്കാർ എടുത്തൊരു തീരുമാനമാണ്, അതിൽ ഭരണഘടനാ വിരുദ്ധത ഇല്ല എന്നാണ്. ഹർജിക്കാരൻ പ്രധാനമായും ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് ആവശ്യത്തിന് പഠനം നടത്താതെ, മതിയായ പഠനം നടത്താതെയാണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 800 കോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആവശ്യമായ പഠനം നടത്തിയിരുന്നില്ല എന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു. ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഹൈക്കോടതി ചോദിച്ചിരുന്നു, ഇത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെങ്കിൽ അത് പാലിക്കുകയല്ലേ ചെയ്തത്, അതിലെന്താണ് തെറ്റ് എന്ന് പറയുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട് എന്ന് AG അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹർജി തള്ളിയിട്ടുള്ളത്. ശരി, നന്ദി ഷബ്ന വിവരങ്ങൾക്ക്. പദ്ധതി ഭരണഘടനാ വിരുദ്ധതയൊന്നുമില്ല. നേരത്തെ വാഗ്ദാനമായിട്ട് പ്രകടന പത്രികയിൽ നൽകിയിരിക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്.